നമ്മുടെ ഈ ട്രംപിൻ്റെ ഭരണകൂടം അധികാരമേറ്റതിനു ശേഷം അമേരിക്കയിൽ നിന്ന് ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത പുറത്തു വരുന്നു. അതായത് ജോ ബൈഡൻ അവിടെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഗാസയിലേക്ക് 50 ബില്യൺ ധനസഹായം ചെയ്തു എന്നാണ് പറയുന്നത്. ഇത് ഹമാസ് തീവ്രവാദികൾ ഉപയോഗിച്ചു. ഈ പണം ഇസ്രയേലിനെതിരെ ഉപയോഗിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്താണ് ഇതിൻ്റെ വിശദാംശം? അല്ല, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ $50 മില്യൺ എന്തിനു കൊടുത്തു എന്നതാണ് ചർച്ചയാകുന്നത്. അത് കോണ്ടം വാങ്ങാനാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഈ കോണ്ടം വാങ്ങി ഈ ബൈഡൻ സർക്കാർ ഗാസയ്ക്ക് നൽകുകയാണ്. ഗാസ അത് ഉപയോഗിച്ച് യുദ്ധത്തിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അത് എങ്ങനെ യുദ്ധത്തിൽ ഏർപ്പെട്ടു എന്ന് ചിന്തിക്കുമ്പോഴാണ് നാം പല വാർത്തകളും ഇടക്കാലത്ത് ശ്രദ്ധിച്ചിരുന്നല്ലോ. കാരണം ഈ കോണ്ടം ഈ കോണ്ടത്തിൽ സ്ഫോടന വസ്തുക്കൾ നിറച്ചതിന് ശേഷം ഇത് പറത്തി ഇസ്രയേലിലേക്ക് കടത്തിവിട്ടാണ് ഈ സ്ഫോടനം ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഇത് ചെറിയ ആരോപണമൊന്നുമല്ല. കാരണം ട്രംപിന്റെ വക്താവ് തന്നെയാണ് ഇത്തരം ഒരു ആരോപണവുമായി വന്നിരിക്കുന്നത്. ആ വക്താവിന്റെ പേര് കരോളിൻ ലീബെൽറ്റ് എന്നാണ്. ആ സ്ത്രീയാണ് ഇത്തരത്തിലൊരു ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. കാരണം അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യവുമുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഇതിനെക്കുറിച്ച് നമുക്കറിയാം, ഇലോൺ മസ്ക് ഇതിനെക്കുറിച്ച് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തരം ഒരു സംഭവം ഉണ്ടായതായി അദ്ദേഹവും തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമല്ല. ട്രംപിന്റെ ഭാഗത്തു നിന്നും ട്രംപിനോടൊപ്പം നിൽക്കുന്നവരുടെ ഭാഗത്തു നിന്നും ഒരു സ്ഥിരീകരണം ഉണ്ടായി. $50 മില്യൺ കോണ്ടം വാങ്ങാനായി ഗാസയ്ക്ക് ബൈഡൻ സർക്കാർ നൽകിയിരുന്നു. കാരണം ഇത് വലിയ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ കൂടെയാണ്. അതോടൊപ്പം തന്നെ ഇലോൺ മസ്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഇത് വലിയൊരു അഴിമതിയുടെ ചെറിയൊരു ചീട്ടുകൊട്ടാരം മാത്രമാണെന്നും ഇലോൺ മസ്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ വലിയ അന്വേഷണത്തിന് സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് കടക്കുകയാണെങ്കിൽ അമേരിക്ക എല്ലാ കാലത്തും ഇസ്രയേലിനോടൊപ്പമായിരുന്നു. ഇസ്രയേലിനോടൊപ്പം നിൽക്കുന്ന ഒരു അമേരിക്ക ഈ 4 വർഷം വലിയ രീതിയിൽ ഇസ്രയേലിനെ സഹായിക്കുന്ന നടപടികളിലേക്കൊന്നും പോയിട്ടില്ല. കാരണം അവർ തമ്മിലുള്ള ബന്ധമുണ്ട്. അതോടൊപ്പം തന്നെ ആ രാജ്യത്ത് ഇസ്രയേലുമായുള്ള വലിയ സ്നേഹത്തിലുള്ള ജനങ്ങളുള്ള ഒരു നാട് കൂടിയാണല്ലോ. അതുകൊണ്ട് അവരെ പിണക്കാൻ മടിച്ചായിരുന്നു. അങ്ങനെ വലിയ രീതിയിൽ ഇസ്രയേലിനെ എതിർക്കാൻ അമേരിക്ക പോയിട്ടില്ല. പക്ഷെ എന്നാലും പല തവണയും ഇസ്രയേലിനും ഹമാസിനുമെല്ലാം അനുകൂലമായ അമേരിക്കയിൽ നിന്ന് പ്രസ്താവനകൾ വരുന്നത് നാം ആദ്യമായി കണ്ടു നിന്നിട്ടുണ്ട്. കാരണം മുൻകാലങ്ങളിലൊന്നും അങ്ങനെ പ്രസ്താവനകൾ വരുന്ന ഒരു സാഹചര്യമല്ലായിരുന്നു. പക്ഷെ ഇത്തവണ ഈ ബൈഡൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഇത്തരം വിമർശനങ്ങൾ ഉണ്ടാകുന്നത് ഹമാസ് അനുകൂല നയം ബൈഡൻ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്, അല്ലെ? തീർച്ചയായും. ഈ പറഞ്ഞ $50 മില്യൺ കൊണ്ട് ഇതും മാത്രമല്ലാതെ മറ്റെന്തെങ്കിലും തരത്തിൽ അവരത് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടോ ഈ ഇസ്രയേലിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഹമാസ്? അല്ല, ഈ അറ്റാക്ക് മാത്രമല്ല, അവിടെയും മസ്ക് പറയുന്ന കാര്യം ഇത് വലിയൊരു അഴിമതിയുടെ കൂടാരമെന്ന് പറയുമ്പോഴും ഈ 50 മില്യൺ കോണ്ടം മാത്രം വാങ്ങുമെന്ന് പറയുമ്പോഴും സംശയമുണ്ട്. പക്ഷെ ഈ പൈസ മുഴുവൻ ഈ ഹമാസ് നേതാക്കളുടെ കീശയിൽ എത്തിയതായും പറയുന്നുണ്ട്. ഈ ഹമാസ് നേതാക്കളുടെ കീശ വീർപ്പിച്ചതിനു ശേഷം അതുകൊണ്ടാണ് അവർ ഈ ഇസ്രയേലിനെ ആക്രമിക്കുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് എത്തുന്നത്. നാം ചിന്തിച്ചാൽ അറിയാം, ഈ രാജ്യത്തിന്റെ വിവിധ പിന്നീട് മറ്റൊരു കാര്യമുണ്ടല്ലോ, ഇരവാദമാണല്ലോ ഈ ഭീകരവാദികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം. അവർ ഇത്തരം സ്ത്രീകളെയും പെൺകുട്ടികളെയും ചെറിയ കുട്ടികളെയെല്ലാം മുന്നിൽ നിർത്തി യുദ്ധം ചെയ്യുകയും ഇരവാദം ഉന്നയിക്കുകയും കോടിക്കണക്കിന് ഫണ്ട് മറ്റു രാജ്യങ്ങളിൽ നിന്നും കൈവശമാക്കി അവർ സുഖമായി ജീവിക്കുന്നതാണല്ലോ നാം എല്ലാ രാജ്യത്തും, പാകിസ്ഥാനിലായാലും ഇറാനിലായാലും അഫ്ഗാനിസ്ഥാനിലായാലും നാം അത് കണ്ടതാണല്ലോ. ബംഗ്ലാദേശ് ഉൾപ്പെടെ പല രാജ്യങ്ങളിലും ഇത് ഈ ഹമാസിന്റെ പല നേതാക്കളും ഖത്തർ പോലെയുള്ള രാജ്യങ്ങളിലാണ് താമസിക്കുന്നത്. അവർക്ക് അവിടെ ഒരു ഭീഷണിയുമില്ല. അവരുടെ ജീവന് ഭീഷണിയില്ല, അവരുടെ സ്വത്തുക്കൾക്ക് ഭീഷണിയില്ല, അവരുടെ കുടുംബാംഗങ്ങളെല്ലാം സുരക്ഷിതരാണ്. അവർ ഖത്തർ പോലെയുള്ള രാജ്യങ്ങളിൽ താമസിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുന്നു, ഇസ്രയേലിനെതിരെ ഹമാസിനെ അഴിച്ചുവിടുന്നു. ഇതാണ് നടന്നു വരുന്നത്. പറയും. അല്ല, അത്തരത്തിലായിരുന്നു ഈ ഒക്ടോബർ 7 ഒരു സമാധാനാന്തരീക്ഷം നിലനിന്നിരുന്ന രാജ്യങ്ങൾ തമ്മിൽ. അങ്ങനെ അവര് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും വലിയ യുദ്ധത്തിലേക്ക് കടക്കാത്ത, അക്രമങ്ങളില്ലാത്ത, വെടിവെപ്പില്ലാത്ത ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് കടന്നു വന്നപ്പോഴായിരുന്നല്ലോ ഒക്ടോബറിൽ ഈ ഇസ്രയേലി നേതാക്കളുടെ തലയിലുദിച്ച ബുദ്ധി കൊണ്ട്
ഹമാസ് നേതാക്കളുടെ തലയിൽ ഉദിച്ച ബുദ്ധി കൊണ്ട് ഇസ്രയേലിനെ ആക്രമിക്കുക, ഒക്ടോബർ 7-ന് ആയിരക്കണക്കിന് പേർ മരണപ്പെടുകയും അതോടൊപ്പം തന്നെ പലരെയും ബന്ദികളാക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇവർ ചെയ്ത പ്രവൃത്തി കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചതോ ജീവൻ നഷ്ടമായതോ പരിക്കേറ്റതോ അതെല്ലാം അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കാണ്. നിരപരാധി. അതെ, അതുപോലെ തന്നെയാണ് സമാനമാണ് ഈ സാമ്പത്തിക കാര്യങ്ങളും. ഈ ഹമാസ് നേതാക്കളും ഈ ഗാസയുടെ പേരിലും അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ പേരിലും കോടിക്കണക്കിന് രൂപ പിരിക്കുകയും എവിടെന്നെങ്കിലും ഫണ്ട് ഒപ്പിച്ചെടുക്കുകയും ചെയ്ത് അവർ വിദേശ രാജ്യങ്ങളിൽ, ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ സുഖമായി കഴിയുന്നതായിരുന്നു പതിവ്. പക്ഷെ ഇത്തവണ അതിലും വലിയ രീതിയിൽ മാറ്റം വന്നിട്ടുണ്ടോ? പല ഹമാസിന്റെ നേതാക്കളെയും ഒക്ടോബർ 7-ന് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ നേതാക്കളെയും ഒരു പരിധിവരെ തുടച്ചു നീക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടുണ്ട്. കാരണം അത്രത്തോളം ഒരു വലിയ ആക്രമണമായിരുന്നല്ലോ ഒക്ടോബർ 7-ന് ഉണ്ടായത്. അതെ അതെ അതെ. ആ പശ്ചാത്തലത്തിൽ എന്തായാലും ഹമാസിന് ഈ സംഭവം വലിയ തിരിച്ചടിയാണ്. പക്ഷെ എന്തായാലും ഈ കോണ്ട സംബന്ധിച്ചുള്ള വിവാദം വളരെയധികം ചൂട് പിടിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിനെതിരെ ഇങ്ങനെ ഒരു പ്രസ്താവന വന്നപ്പോൾ ഇതിനെതിരെ ഈ ബൈഡന്റെ സർക്കാർ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ബൈഡന്റെ സർക്കാർ പറയുന്നത് ഇത്തരം ആരോപണങ്ങൾ തെറ്റാണെന്നും അതോടൊപ്പം തന്നെ അവിടെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരം ഫണ്ടുകൾ കൊടുത്തത്, അല്ലാതെ ഈ കോണ്ടം വാങ്ങാനൊന്നും പൈസ നൽകിയിട്ടില്ല. അങ്ങനെ കോണ്ടം വാങ്ങാൻ പൈസ നൽകിയതിലൂടെയാണ് ഈ സ്ഫോടക വസ്തുക്കൾ നിറച്ചതിന് ശേഷം ആക്രമണം സംഘടിപ്പിച്ചെന്ന് ആ വാദത്തെ ഈ ബൈഡന്റെ ഭരണകൂടം പൂർണ്ണമായി തന്നെ തള്ളിക്കളയുകയാണ്. ഇതിൽ ഞങ്ങൾക്ക് ഒരു പങ്കുമില്ല, ഇത്തരം ആരോപണങ്ങളെല്ലാം പൊള്ളയാണെന്നാണ് പറയുന്നത്. പക്ഷെ ഇത്തരം ആരോപണങ്ങളും ആക്രമണങ്ങളും തെക്കൻ ഇസ്രയേലിൽ പലതവണ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഈ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിക്കുക, ബലൂൺ രൂപത്തിൽ എത്തുന്ന സ്ഫോടക വസ്തുക്കൾ നിരന്തരം പൊട്ടിത്തെറിക്കുന്നത് പല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബൈഡൻ സർക്കാരിന്, ബൈഡന്റെ പിന്നിലുള്ള ഭരണകൂടത്തിന് ഇതിനങ്ങനെ വെറുതെ തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും ട്രംപ് ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഏതെങ്കിലും കമ്മീഷനെയോ ഏജൻസിയോ നിയോഗിച്ചതായിട്ട് വിവരമുണ്ടോ? ഇല്ല, അതിനെക്കുറിച്ച് വിവരമില്ല. കാരണം ഇപ്പോൾ ട്രംപിന്റെ വലങ്കൈയായി അറിയപ്പെടുന്നതാണോ ഇലോൺ മസ്ക്. അദ്ദേഹമാണ് ഇതിനെക്കുറിച്ച് നിരന്തരം എക്സിൽ കുറിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അദ്ദേഹം പറയുമ്പോഴും ട്രംപിന്റെ മനസ്സായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ സർക്കാരിൽ ഈ ഇലോൺ മസ്ക്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഓരോ പ്രതികരണത്തിലും കൃത്യമായ വസ്തുത ഉണ്ട്. അതിനാൽ തന്നെ ചിലപ്പോൾ കമ്മീഷനെ നിയോഗിക്കും. അതോടൊപ്പം തന്നെ ശക്തമായ അഴിമതിയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ട്രംപ് കമ്മീഷനെ നിയോഗിക്കും. ട്രംപ് കമ്മീഷനെ നിയോഗിക്കാതിരിക്കില്ല അന്വേഷിക്കാനായിട്ട്. ആ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം തുടർ നടപടികളിലേക്ക് പോവുകയും ചെയ്യും. എന്തായാലും ഈ ബൈഡനോട് ഒരു മൃദു സമീപനം സ്വീകരിക്കാൻ ട്രംപ് തയ്യാറല്ല എന്ന് നമുക്ക് വ്യക്തമാണ്. അത് തെരഞ്ഞെടുപ്പിന് മുമ്പും അങ്ങനെയായിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം ഈ നടപടികൾ കൂടുതൽ കടുപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ലോകം കാണുന്നത്. നമുക്ക് കാത്തിരിക്കാം എന്തായാലും ട്രംപിന്റെ നിലപാട് എന്താണ്. ട്രംപ് ഈ കാര്യത്തിൽ ഈ അഴിമതി അന്വേഷിക്കാൻ ട്രംപിനോടൊപ്പം ട്രംപിന്റെ നയങ്ങൾ പിന്തുടരില്ല. അതോടൊപ്പം തന്നെ ട്രംപ് എന്താണോ ചെയ്തത് അതിനെതിരായിരിക്കും ഉറപ്പായി. ഈ ബൈഡൻ എന്താണോ ചെയ്തത് അതിനെതിരായിരിക്കും ട്രംപ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. കാരണം നമുക്കറിയാം, ഇപ്പോൾ ട്രംപ് തുടക്കം തന്നെ തെരഞ്ഞെടുപ്പിന് മുൻകാലത്ത് തന്നെ പറഞ്ഞിരുന്നല്ലോ, ഈ ആക്രമണങ്ങൾ, ഹമാസും ഇസ്രയേലും തമ്മിലുള്ള ആക്രമണങ്ങൾ നിർത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നിട്ട് ഹമാസിന് പലതവണ മുന്നറിയിപ്പ് നൽകിയിരുന്നു, നിങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിച്ച് ബന്ദികളെ വിട്ടു നൽകിയില്ലെങ്കിൽ ഹമാസിനെ തന്നെ തുടച്ചു നീക്കുമെന്നുള്ള മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. ഇപ്പോൾ ഗാസ ക്ലീൻ ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. എന്തായാലും ഹമാസിന്റെയും ഈ ഇസ്ലാമിക ഭീകരവാദം മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്ക് വലിയ തിരിച്ചടിയായിരിക്കും ഈ ട്രംപ് നൽകുന്നത്. അല്ലാതെ കോണ്ടവും വാങ്ങി ട്രംപിന്റെ അടുത്ത് പോയാൽ പൂർണ്ണമായി തന്നെ ട്രംപ് തുടച്ചു നീക്കും.